ADGP MR അജിത് കുമാറിനും മുൻ SP സുജിത് ദാസിനുമെതിരെ ആരോപണങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം അല്പസമയത്തിനകം PV അൻവർ MLA മൊഴിയെടുക്കും. തൃശൂർ റേഞ്ച് DIG ആണ് അൻവറിൻ്റെ മൊഴിയെടുക്കുക. ഇതിനായി അന്വേഷണ സംഘം മലപ്പുറം ഗസ്റ്റ് ഹൗസിൽ എത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ലതീഷ് ചേരുകയാണ്. ലതീഷ്, ഇന്നലെ വൈകുന്നേരം വാർത്താ സമ്മേളനത്തിൽ അൻവർ തന്നെയാണ് ഇന്ന് മൊഴി കൊടുക്കും എന്ന വിവരം സൂചിപ്പിച്ചത്. അതിനായി DIGയുടെ നേതൃത്വത്തിലുള്ള സംഘം മലപ്പുറത്ത് എത്തിക്കഴിഞ്ഞു എന്നാണോ? ശരത്ത്, DIG തോംസൺ ജോസിൻ്റെ തൃശ്ശൂർ റേഞ്ച് DIG തോംസൺ ജോസിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം മലപ്പുറം ഗസ്റ്റ് ഹൗസിൽ അതിരാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. അവരിവിടെ ഉണ്ട്. അല്പസമയത്തിനകം തന്നെ PV അൻവർ MLA ഇവിടേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 10:30ക്കും 10:45 ഇടയിൽ MLA എത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും 11 മണിക്ക് മുമ്പായി തന്നെ മൊഴിയെടുക്കൽ ആരംഭിക്കും എന്നാണ് ഇവിടെ നിന്നും പറയാൻ കഴിയുക. 14 ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ PV അൻവർ MLA പ്രധാനമായും ഉന്നയിക്കുന്നത്. അതിൽ ADGP MR അജിത് കുമാറിനും മുൻ മലപ്പുറം SP സുജിത് ദാസിനുമെതിരെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ അദ്ദേഹം ഈ പരാതിയിൽ ഉന്നയിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ മൊഴിയെടുക്കലായിരിക്കും ഇന്ന് ഉണ്ടാവുക. പ്രത്യേക അന്വേഷണ സംഘത്തെ മുഖ്യമന്ത്രി തന്നെ ചുമതലപ്പെടുത്തിയിരുന്നു. DGPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ പരാതികളിൽ അന്വേഷണം നടത്തുന്നത്. 1 മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. എന്തായാലും തൃശ്ശൂർ റേഞ്ച് DIG തോംസൺ ജോസാണ് PV അൻവറിൽ നിന്നും മൊഴിയെടുക്കുക. തൻ്റെ കൈവശമുള്ള തെളിവുകൾ ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നാണ് ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലും PV അൻവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച ശക്തമായ നടപടി എന്ന് പറയുന്നത് DGPയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു പ്രത്യേക ടീമിനെ രൂപീകരിക്കുക, അതിൽ 1 മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ ആവശ്യമായ നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഈ പരാതിയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചുമുള്ള പരാതിക്കാരനായ PV അൻവർ MLAയിൽ നിന്നും വിശദമായ മൊഴിയെടുക്കാനുള്ള അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. അതിൻ്റെ ഭാഗമായുള്ള മൊഴിയെടുപ്പാണ് അല്പസമയത്തിനകം തന്നെ മലപ്പുറം ഗസ്റ്റ് ഹൗസിൽ നടക്കാൻ പോകുന്നത്. MLA ഇവിടേക്ക് എത്തിയിട്ടില്ല. 10:30ക്ക് ശേഷം അദ്ദേഹം എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. തൻ്റെ കൈവശമുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് മുമ്പാകെ കൈമാറും. സത്യസന്ധമായും സുതാര്യമായുമുള്ള അന്വേഷണം നടക്കുമെന്നാണ് തൻ്റെ പ്രതീക്ഷ എന്നും മുഖ്യമന്ത്രിയിലും CPIഎമ്മിലും തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും അദ്ദേഹം ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലും വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഗുരുതരമായ ആരോപണങ്ങളാണ് ADGP MR അജിത് കുമാർ, മുൻ മലപ്പുറം SP സുജിത് ദാസ് എന്നിവർക്കെതിരെ PV അൻവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ശരത്, ലതീഷ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ന് മൊഴി രേഖപ്പെടുത്തും, മൊഴി നൽകും, അല്ലെങ്കിൽ കയ്യിലുള്ള തെളിവുകൾ നൽകും എന്നൊക്കെ അൻവർ തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് ഇന്നലെ വൈകുന്നേരം രാത്രിയിൽ മാധ്യമപ്രവർത്തകരോടായി പറഞ്ഞു. അതിൽ തന്നെയും ഈ പറഞ്ഞ മുൻ SP മലപ്പുറം മുൻ SP സുജിത് ദാസിൻ്റെ 2 വർഷക്കാലം അവിടെ പ്രവർത്തിച്ച കാലത്തെ പ്രവർത്തികൾ, അല്ലെങ്കിൽ സ്വർണ്ണ കള്ളക്കടത്തിലൂടെ എത്തുന്ന സ്വർണവും മറ്റും എയർപോർട്ടിന് പുറത്തുവെച്ച് കൈകാര്യം ചെയ്ത രീതി, അതുമായി ബന്ധപ്പെട്ട് കോടികൾ തട്ടി എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ, അതെല്ലാം പരാതിയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യം, അൻവർ ചോദിക്കുന്നൊരു ചോദ്യം, അത് സുജിത് ദാസിനും മാത്രമായി, അല്ലെങ്കിൽ സുജിത് ദാസിനും അദ്ദേഹത്തിനോടൊപ്പം, അല്ലെങ്കിൽ ആ മുൻ SPക്കൊപ്പം നിൽക്കുന്നൊരു സംഘത്തിന് മാത്രമായി ഇതൊക്കെ ചെയ്യാനാകുമോ എന്ന രീതിയിലാണ്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും, അതായത് ഇന്ന് ഈ പോലീസ് സംഘത്തിന് കൊടുക്കാൻ പോകുന്ന മൊഴി സംബന്ധിച്ച പല കാര്യങ്ങളും അതിനു മുമ്പ് തന്നെ സംസാരിച്ചിട്ടാണ് അൻവർ ഈ മൊഴി നൽകുന്നത് എന്നൊരു പ്രത്യേകത കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ഇന്ന് പറയാൻ പോകുന്നതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ അൻവർ സൂചിപ്പിക്കുകയുണ്ടായല്ലോ. തീർച്ചയായും പല കാര്യങ്ങളും അദ്ദേഹം ഇതിനകം തന്നെ വാർത്താ സമ്മേളനം നടത്തി ഉന്നയിച്ചിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ പ്രത്യേകിച്ചും MR അജിത് കുമാറിനും സുജിത് ദാസിനും മുൻ SP സുജിത് ദാസിനുമെതിരെ നിരവധിയായ ആരോപണങ്ങൾ അദ്ദേഹം ഇതിനകം തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. ആ ആരോപണങ്ങളിൽ തൻ്റെ പക്കൽ തെളിവുകളുണ്ട് എന്നുകൂടി അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. ആ തെളിവുകൾ എന്തൊക്കെയാണ് ഇന്ന് അന്വേഷണ സംഘത്തിന് മുമ്പാകെ നൽകുക എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു കഴിഞ്ഞു. പരാതിയും മുഖ്യമന്ത്രിക്ക് അദ്ദേഹം നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ കോപ്പി ഇന്നലെ അദ്ദേഹം മാധ്യമപ്രവർത്തകർക്ക് നൽകുന്ന സാഹചര്യവും ഉണ്ടായി. എന്തായാലും ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായുള്ള ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ബന്ധം, അതിൽ MR അജിത് കുമാറുണ്ട്, ഒപ്പം സുജിത് ദാസ് ഉണ്ട്. ഇവരുടെ എല്ലാം ബന്ധങ്ങൾ, അതുപോലെ തന്നെ എടവണ്ണയിലെ റിദാൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, കോഴിക്കോട് ഒരു വ്യവസായി തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട കേസ് അട്ടിമറിച്ച വിഷയങ്ങൾ, അത്തരത്തിൽ നിരവധിയായ കാര്യങ്ങൾ. അതായത് ഈ SP ആയിരുന്ന സുജിത് ദാസിന് ഇത്തരത്തിൽ വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു, ഇത്തരം സംഘങ്ങളുമായി വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം
ഉന്നയിച്ചിട്ടുണ്ട്. അതിന് ADGP MR അജിത് കുമാറിൻ്റെ പിന്തുണ കൂടി ഉണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം ഈ മലപ്പുറം ക്യാമ്പ് ഓഫീസിൽ നിന്നും SP-യുടെ ക്യാമ്പ് ഓഫീസിൽ നിന്നും സുജിത് ദാസ് ഇവിടെ SP ആയിരിക്കെ മരങ്ങൾ മുറിച്ചു കടത്തി എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അതിൽ ഉള്ള പങ്കും ADGPക്ക് കിട്ടി എന്നടക്കമുള്ള കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇത്തരം കാര്യങ്ങളിലെല്ലാമുള്ള തൻ്റെ പക്കലുള്ള തെളിവുകൾ, ആ തെളിവുകൾ എന്തെല്ലാമെന്ന് അദ്ദേഹം പൂർണ്ണമായും മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടില്ല. ആരോപണങ്ങൾ മാത്രമാണ് അദ്ദേഹം നിലവിൽ ഉന്നയിച്ചിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ തനിക്ക് തൻ്റെ മുമ്പിലുണ്ട്, തൻ്റെ കൈവശമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ അത് കൂടുതൽ വ്യക്തതയോടെ അന്വേഷണ സംഘത്തിന് മുമ്പാകെ നൽകുമെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. ആ കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ അത്തരം തെളിവുകൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളായിരിക്കും അദ്ദേഹം ഇന്ന് കൈമാറുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. തെളിവുകൾ തൻ്റെ പക്കലുണ്ട്, എന്നാൽ കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കേണ്ടത് അന്വേഷണ സംഘം തന്നെയാണ്. തൻ്റെ പരാതി നൽകിക്കഴിഞ്ഞു. അതിൽ തൻ്റെ കൈവശമുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറുക, പിന്നീട് അതിൽ ഏത് തരത്തിലുള്ള അന്വേഷണമാണ് നടത്തേണ്ടത്, തെളിവുകൾ ശേഖരിക്കേണ്ടത് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘമാണ് ചെയ്യേണ്ടത് എന്നുകൂടി PV അൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങളിലുള്ള തെളിവുകൾ നൽകൽ ആയിരിക്കും ഈ മൊഴിയെടുക്കലിൻ്റെ ഭാഗമായി പ്രധാനമായും അൻവറിൻ്റെ കയ്യിലുള്ള MLA-യുടെ കയ്യിലുള്ള തെളിവുകൾ പരമാവധി ശേഖരിക്കുക. ആ കാര്യങ്ങളായിരിക്കും ഇന്ന് ഈ തെളിവെടുപ്പിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ മൊഴിയെടുക്കലിൻ്റെ ഭാഗമായി ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരത്ത്, റൈറ്റ്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് വലിയൊരു രാഷ്ട്രീയ വിവാദമായി പല പ്രതികരണങ്ങളും ഒക്കെ വന്നു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ ഇപ്പോൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ വിളിച്ച് പരസ്യ പ്രതികരണത്തിലൂടെയാണ് ഈ പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്. പിന്നീട് അത് വന്ന ഉടൻ തന്നെ മുഖ്യമന്ത്രി കോട്ടയത്ത് സംസ്ഥാന പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളന വേദിയിൽ വെച്ച് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം നിൽക്കുമ്പോഴാണ് ADGP അജിത് കുമാർ അടക്കമുള്ളവർ ഉള്ളപ്പോഴാണ് ഉന്നതതല അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. അന്ന് യഥാർത്ഥത്തിൽ അൻവറിൻ്റെ പരാതി പോലും മുഖ്യമന്ത്രിക്കോ പോലീസിനോ വന്നിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് അപ്പോൾ തന്നെ സംസ്ഥാനത്തെ പോലീസ് മേധാവി തന്നെ അന്വേഷിക്കുന്ന വിധത്തിലേക്കൊരു വേഗത്തിൽ ചില നീക്കങ്ങൾ നടന്നു, നടപടികളുണ്ടായി. അത് മുന്നോട്ട് പോകുന്നു. ആ നിലയിൽ ആ നടപടികൾ മുന്നോട്ട് പോകുന്നു. മറുഭാഗത്ത് തൊട്ട് പിറ്റേ ദിവസമാണ് അൻവർ തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകുന്നത്. അതിനടുത്ത ദിവസം CPIM സംസ്ഥാന സെക്രട്ടറിയെ കണ്ടും പരാതി നൽകി. മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയുടെ പകർപ്പ് തന്നെയാണ് MV ഗോവിന്ദൻ മാസ്റ്റർക്കും നൽകിയിട്ടുള്ളത്. അപ്പോൾ ഉയർന്നു വന്ന പലതരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ, പല താല്പര്യങ്ങളുടെ അർത്ഥത്തിൽ പ്രതിപക്ഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടേതായൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി രാഷ്ട്രീയ വിവാദത്തെ മൂർച്ഛിപ്പിക്കാനുള്ള ഒരായുധമായി ഇതിനെ കാണുന്നുണ്ട്. പക്ഷേ സർക്കാർ ഇതിലൂടെ എന്താണ് യഥാർത്ഥത്തിൽ പറഞ്ഞു വെക്കുന്നത്? കാരണം ആരോപണങ്ങൾ വന്നു, ആ ആരോപണങ്ങൾ പോലീസിൻ്റെ ഉന്നത നേതൃത്വത്തെ സംബന്ധിച്ചാണ്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്, അന്വേഷിക്കേണ്ടതുണ്ട്. അത് ഓരോന്നും അതിൻ്റേതായ, എന്നാൽ ഒരു മാസത്തെ സമയവുമാണ് സർക്കാർ. അനന്തമായി അന്വേഷണം നീണ്ടുപോവുക എന്നുള്ളതല്ല. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് അന്വേഷണം വളരെ ഗൗരവമായ, വളരെ സമഗ്രമായൊരു പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിലേക്കാണോ അന്വേഷണ സംഘം പോകുന്നത്? കാരണം DIG മലപ്പുറത്ത് തന്നെ വന്ന് MLA-യുടെ മൊഴിയെടുക്കാൻ പോവുകയാണല്ലോ ഇന്ന്. തീർച്ചയായും ഇത് ശരത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഈ പരാതി എഴുതി നൽകിയ പരാതി മുഖ്യമന്ത്രിയുടെ കൈവശം കിട്ടുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി ഈ ആരോപണം ഉന്നയിച്ചതിനെ തുടർന്ന് ഈ അന്വേഷണം പ്രഖ്യാപിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത് ഏറ്റവും ഉന്നതനായ ഉദ്യോഗസ്ഥൻ തന്നെയായിരിക്കും ഇത്തരം ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക. അതിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. തെറ്റുണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടി എടുത്തു പോകുന്ന സർക്കാരാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ അന്ന് തന്നെ മുഖ്യമന്ത്രി പരസ്യമായി പ്രഖ്യാപിച്ചതാണ്. അതിനെ തുടർന്നാണ് DGP-യുടെ നേതൃത്വത്തിൽ തന്നെയുള്ള ഒരു 5-അംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തുന്നത്. അതിനുശേഷമാണ് അൻവറിൻ്റെ പരാതി പോലും ലഭിക്കുന്നത്. എന്തായാലും പരാതി ലഭിച്ച ശേഷം ആ പരാതി കൂടി സ്വാഭാവികമായും അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ടാകും. ആ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പരാതിക്കാരൻ്റെ മൊഴിയെടുക്കുക എന്നതാണ്. ആ പരാതിക്കാരൻ്റെ മൊഴിയെടുക്കുന്ന നടപടിയിലേക്ക് വളരെ വേഗത്തിൽ ഇത്രയും ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ അന്വേഷണ സംഘം കടക്കുന്നു. മലപ്പുറത്തെത്തി MLA-യുടെ മൊഴി രേഖപ്പെടുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നു. തെളിവ് ശേഖരണം, അന്വേഷണ സംഘം വളരെ പെട്ടെന്ന് തന്നെ തെളിവ് ശേഖരണത്തിലേക്ക് കടക്കുന്നു. ഒരു മാസത്തിനകം ഈ ADGP MR അജിത് കുമാർ അടക്കമുള്ള അല്ലെങ്കിൽ സുജിത് ദാസ് അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ഉയർന്ന ആരോപണത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ തന്നെ മുഖ്യമന്ത്രി നിർദ്ദേശിച്ച ഒരു സാഹചര്യത്തിൽ അതിൻ്റെ നടപടികൾ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. പ്രതിപക്ഷം ആ രീതിയിൽ രാഷ്ട്രീയ ആരോപണം എന്നുള്ള നിലയിൽ ഈ ആരോപണത്തെ ഏറ്റെടുക്കുന്നു എന്നത്
ഒരു രാഷ്ട്രീയമായ വിഷയമാണെങ്കിൽ ഈ പരാതി ഉയർന്ന ഘട്ടത്തിൽ തന്നെ സംസ്ഥാന സർക്കാർ അതിൻ്റെ ഗൗരവത്തിൽ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ തീരുമാനിക്കുന്നു. അതിലൊരു പ്രത്യേക അന്വേഷണ സംഘത്തെ DGPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തുന്നു. DIG തോംസൺ ജോസിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് മലപ്പുറത്തെത്തി PV അൻവർ MLAയിൽ നിന്നും മൊഴി രേഖപ്പെടുത്തുന്നു, അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള തെളിവുകൾ ശേഖരിക്കുന്നു എന്നടക്കമുള്ള വളരെ വേഗത്തിലുള്ള കൃത്യമായ അല്ലെങ്കിൽ സുതാര്യമായ നടപടിയുമായി മുന്നോട്ട് പോകുന്നു. ശരത്. റൈറ്റ്. ലതീഷാണ് മലപ്പുറത്ത് നിന്നും ഈ വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം തൃശ്ശൂർ DIG PV അൻവർ MLAയുടെ മൊഴി രേഖപ്പെടുത്തും. അതിനായി പോലീസ് സംഘം DIGയുടെ നേതൃത്വത്തിലുള്ള സംഘം മലപ്പുറത്ത് എത്തിയിട്ടുണ്ട്. മലപ്പുറം ഗസ്റ്റ് ഹൗസിൽ അവരുണ്ട്. ഇന്നലെ അൻവർ തന്നെ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. ഇന്ന് മൊഴി നൽകും എന്നതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട നിരവധി വെളിപ്പെടുത്തലുകൾ, ആരോപണങ്ങൾ, അതിന് പിന്നാലെ അത് പരാതിയായി വന്നിരിക്കുന്നു. അതിനു മുമ്പ് തന്നെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇക്കാര്യങ്ങളാകെ പരിശോധിക്കുന്നത്. ഏറ്റവും അധികം ആരോപണ വിധേയനായി നിൽക്കുന്നത് ADGP MR അജിത് കുമാറാണ്. അതുപോലെ മലപ്പുറം മുൻ SP സുജിത് ദാസാണ്. സുജിത് ദാസിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അൻവർ ഉന്നയിച്ച ഒരു MLA ഉന്നയിച്ച ആരോപണങ്ങളുണ്ട്, പരാതിയുണ്ട്, അതേ തുടർന്നുണ്ടായ പരാതിയുണ്ട്. ഇതെല്ലാം പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പരാതിക്കാരനായിട്ടുള്ള അൻവറിൻ്റെ മൊഴിയെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നടപടിക്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് അല്പസമയത്തിനകം മലപ്പുറത്ത് ആരംഭിക്കുകയും ചെയ്യും.